ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയം 2:33 പുലർച്ചെ 2:33 ഞാൻ കാന്താര ചാപ്റ്റർ 1 കണ്ടിട്ട് വരുന്ന വഴിയാണ്. അപ്പോൾ ആ സിനിമയെ കുറിച്ച് ഒരു രണ്ട് വാക്ക് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ നേരത്ത് വീഡിയോ ഓണാക്കിയിട്ടുള്ളത്. സിനിമ റിവ്യൂ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊന്നും പറയാനില്ല, പക്ഷേ കുറച്ച് കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല. ഒരു പക്ഷേ ഒറ്റ വാക്യത്തിൽ ഈ സിനിമേനെ വിശേഷിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാൻ സാധിക്കുക ഇന്ത്യൻ സിനിമയിലെ അപ്പോക്കാലിപ്റ്റോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അതായത് പലപ്പോഴും ഒരു ബെഞ്ച് മാർക്കായിട്ട് പലരും പറയുന്നൊരു സിനിമയാണ് അപ്പോക്കാലിപ്റ്റോ എന്ന് പറയുന്നത്. ഇന്ത്യൻ സിനിമയിൽ അത്തരത്തിലൊരു സിനിമ സംഭവിച്ചിട്ടില്ല. പക്ഷേ ഒക്ടോബർ 2 റിലീസായ ഒരു സിനിമ ഇന്ത്യൻ സിനിമയിലെ അപ്പോക്കാലിപ്റ്റോ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പലപ്പോഴും എണീറ്റ് നിന്ന രോമം ഉണ്ടല്ലോ, അതായത് തിയേറ്ററിൽ നിന്ന് എണീറ്റ് നിന്ന രോമം താഴാൻ കുറച്ച് സമയമെടുക്കും. അത്രയും എന്താ പറയുക, പവർ പാക്ക്ഡ് ആയിട്ടുള്ള സീനുകൾ, സീക്വൻസുകൾ. എങ്ങനെയാണ് ആ സിനിമയെ മൊത്തത്തിൽ പറയേണ്ടതെന്ന് അറിയില്ല. അതുപോലെ മ്യൂസിക് ആണെങ്കിൽ പോലും, ബാക്ക്ഗ്രൗണ്ട് സ്കോറ്, ക്യാമറ, വിഷ്വല്, ആ ഒരു എല്ലാ തരത്തിലും ഒരു ടോപ്പ് നോച്ചിലെത്തുക എന്നൊക്കെ പറയില്ലേ, അത്തരത്തിലൊരു സിനിമയാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാന്താര ചാപ്റ്റർ 1. റിവ്യൂ പോസിറ്റീവ് അല്ലാതെ അതിൽ കാര്യമായിട്ട് നെഗറ്റീവ് ഒന്നും തന്നെ പറയാനില്ല. പിന്നെ നെഗറ്റീവ് പറയാൻ വേണ്ടി പറയുക എന്നുള്ള രീതിക്കാണ്. പക്ഷേ എങ്കിലും എപ്പോഴും ഒരു ഡബ്ബ് സിനിമയിൽ എപ്പോഴും ആ സിനിമയുടെ ഒരു ചെറിയ തോതിലെങ്കിലും ഒരു ആത്മാവ് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഡബ്ബ് വെർഷൻസിൽ ഉണ്ടാവാറുണ്ട്. അത് ഈ സിനിമയ്ക്ക് ഒരു വെല്ലുവിളി തന്നെയാണ്. പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഋഷഭ് ഷെട്ടി കാന്താര ചാപ്റ്റർ 2 അനൗൺസ് ചെയ്യുന്നുണ്ട് ഈ സിനിമയിൽ. അവസാനം ചാപ്റ്റർ 2 ത്രെഡ് ഇട്ടിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഋഷഭ് ഷെട്ടി കാന്താര ചാപ്റ്റർ 2 റിലീസ് ചെയ്യുകയോ അല്ലെങ്കിൽ സെൻസർ ചെയ്യുകയോ അവാർഡിന് അയക്കുകയോ ചെയ്യുന്ന സമയങ്ങളിൽ ഇന്ത്യയിൽ ഒരു നടന്മാരും പട്ടിണി കിടക്കാനോ അതല്ലെങ്കിൽ ഏതെങ്കിലും സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ശരീരം കളയാൻ വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എഫേർട്ടുകൾ ഇടാൻ വേണ്ടിയിട്ടോ ശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലത്. ആ വർഷത്തെ അല്ലെങ്കിൽ ആ സെൻസർ ഏത് വർഷമാണോ സെൻസർ ചെയ്യുന്ന ആ വർഷമാണല്ലോ നാഷണൽ അവാർഡ് കൊടുക്കുന്നത്. ആ നാഷണൽ അവാർഡ് എന്തായാലും ഈ പറയുന്ന ഋഷഭ് ഷെട്ടിക്ക് തന്നെ കിട്ടും. അതിൽ യാതൊരു തർക്കവും ഉണ്ടാവില്ല. അത്തരത്തിലുള്ള സ്റ്റണ്ണിങ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. അതിനെ കവച്ചു വയ്ക്കുന്ന എന്തെങ്കിലും ഒരു പെർഫോമൻസ് ഈ ഒരു കാലത്ത് ഇന്ത്യൻ സിനിമയിൽ വരാൻ സാധ്യത കുറവാണ്. അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സിനിമ ഡിസ്കസ് ചെയ്യുന്ന മാറ്ററും ഈ അവാർഡ് നിർണ്ണയിക്കുന്ന കമ്മിറ്റിയെ സംബന്ധിച്ച് വളരെ നിർണായകമായിട്ടുള്ള ഒന്നായതുകൊണ്ട് അവരതിനൊരിക്കലും തള്ളിക്കളയാൻ പോണില്ല. അപ്പോൾ ചാപ്റ്റർ 1 എന്തായാലും ഒരു നാഷണൽ അവാർഡ് കൂടെ ഋഷഭ് ഷെട്ടി ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 1 2 ലോക്ക് ചെയ്ത പോലെയാണ്. ഇനി ചാപ്റ്റർ 2 ഇറങ്ങുന്ന സമയത്തും ഇതൊക്കെ തന്നെ ആയിരിക്കും അവസ്ഥ. ആ ഒരു അവാർഡ് അദ്ദേഹത്തിന് തന്നെ കൊടുക്കേണ്ടി വരും. കാരണം ഒരു പടി മുന്നിലേക്കല്ലാതെ മറ്റൊരു രീതിക്കും ഈ ഒരു കാന്താര 1 പെർഫോമൻസിൽ ഋഷഭ് ഷെട്ടീനെ കുറിച്ച് പറയാനില്ല. പിന്നെ അതിൻ്റെ മേക്കിംഗ് എന്ന് പറയുന്നത് എന്താ പറയുക, അവിശ്വസനീയമായിട്ടുള്ള മേക്കിംഗ് ആണ്. അങ്ങനെ ഒരു സിനിമ എനിക്ക് തോന്നുന്നു ഒരുപാട് വർഷങ്ങൾക്ക് മുന്നെയാണ് നമുക്ക് ഉറുമി മലയാളത്തിൽ ഇറങ്ങിയത്. അതായത് ഒരു വിഷ്വൽ ട്രീറ്റ് കിട്ടുന്ന തരത്തിൽ, അതാ സന്തോഷ് ശിവൻ്റെ ഛായാഗ്രഹണമൊക്കെയുള്ള ആ ഒരു ഭംഗിയുണ്ടല്ലോ, നമ്മുടെ ഓരോ ഫ്രെയിംസും നമുക്കിങ്ങനെ ഇമ വെട്ടാതെ നോക്കിയിരിക്കാൻ തോന്നുന്ന തരത്തിലുള്ള ഫ്രെയിംസ്, ആ ഒരു സാധനം നമുക്ക് ത്രൂ ഔട്ട് ഈ പറയുന്ന സിനിമയിൽ കിട്ടി എന്നുള്ളതാണ്, കാന്താരയിൽ കിട്ടി എന്നുള്ളതാണ്. ഇപ്പോൾ കാന്താര ആദ്യത്തെ ഭാഗമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കാന്താര ആദ്യത്തെ ഭാഗം ആദ്യത്തെ ഒരു 10 മിനിറ്റും അവസാനത്തെ ഒരു 15 മിനിറ്റും കൊണ്ടാണ് ആ സിനിമ ശരിക്കും ജീവിക്കുന്നത്. ഞാൻ പേഴ്സണലി പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കാന്താര ത്രൂ ഔട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. ആദ്യത്തെ സിനിമ ത്രൂ ഔട്ട് ഇഷ്ടപ്പെടാത്ത ഒരാളാണ് ഞാൻ. അതിൻ്റെ ആദ്യത്തെ ഒരു 10 മിനിറ്റും പിന്നെ ഒരു 15 മിനിറ്റ് അവസാന ക്ലൈമാക്സിലെ ഋഷഭ് ഷെട്ടിയുടെ പെർഫോമൻസ് ഒക്കെ വരുന്ന ഒരു 15 മിനിറ്റുമാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സിനിമയെ പിടിച്ചു വരുന്നത്. അതിന് ബാക്ക് ബോൺ എന്ന് പറയുന്നത് അതാണ്. സിനിമയുടെ ഉൾഭാഗത്തു കൂടെയൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ കഥകളിലൂടെയൊക്കെ പോകുന്ന സമയത്ത് അതിൽ കാര്യമായിട്ട് ഒന്നും തന്നെ ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. പക്ഷേ ആ ഒരു സാധനത്തെ, അത് പലരും വിമർശിച്ചിട്ടുള്ള കാര്യമാണ്, കാന്താര ഒരു ഓവർ റേറ്റഡ് ആയിട്ടുള്ള സംഗതിയാണെന്ന് പലരും ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു വിമർശനങ്ങളെല്ലാം തന്നെയും കാറ്റിൽ പറത്തുന്ന രീതിയിലാണ് ഈ കാന്താര ചാപ്റ്റർ 1 ഋഷഭ് ഷെട്ടി എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വിഷ്വൽ എഫക്ട്സ് ആണ്. വിഷ്വൽ എഫക്ട്സ് ടോപ്പ് നോച്ചിലാണ്. അതായത് ഇന്ത്യൻ സിനിമയിൽ അത്തരത്തിലുള്ള വിഷ്വൽ എഫക്ട്സ്, അതായത് വളരെ നമുക്ക് ഒരു ഒറിജിനാലിറ്റി തോന്നുന്നു. ഇപ്പോൾ ജംഗിൾ ബുക്കൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇംഗ്ലീഷ്. അവരത്രയും ഒരു സിനിമ മൊത്തം ത്രൂ ഔട്ട് ആകെ ഒരു ക്യാരക്ടർ മാത്രം ഹ്യൂമൻ ആയിട്ടുള്ളതും ബാക്കി ഫുള്ള് മൃഗങ്ങളെയൊക്കെ വെച്ചിട്ടൊക്കെ വിഷ്വൽ എഫക്ട്സ് ക്രിയേറ്റ് ചെയ്തിട്ട് അവർ നമ്മൾ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. സോ അത്തരത്തിൽ വിശ്വസിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്ന, അതിലിപ്പോൾ മൃഗങ്ങൾ അപ്പിയർ ചെയ്യുന്ന സീനുകളാണെങ്കിലും നമുക്കതൊരു കാർട്ടൂൺ ലെവലിലേക്ക് പോകാത്ത രീതിയിൽ
ആ സാധനം ആ ഒരു ടെക്നിക്കൽ സൈഡ് ചെയ്തു വെച്ചിട്ടുണ്ട്. അത് പിന്നെ ആർട്ടാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഓരോ സീനുകളെയും റിച്ച് ആക്കി വെക്കുന്നത് ഈ ആർട്ട് മേഖലയാണ്. അവർ ഒരു പഴയ രാജഭരണ കാലത്ത് അല്ലെങ്കിൽ ഒരുപാട് മുന്നേ കാലത്ത് സംഭവിക്കുന്ന ഒരു കഥയാണത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഓരോ ഓരോ സീൻസിലും അത്രയധികം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു വിഷ്വലി നമുക്കൊരു സംതൃപ്തി തരുള്ളൂ, കാണുന്ന പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം. അതിൽ അവർ 100% സക്സസ് ആയി എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇന്ത്യൻ സിനിമയിലെ ഒരു അപ്പോക്കാലിപ്റ്റോ ആയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കാന്താര ചാപ്റ്റർ 1 കണക്കാക്കാവുന്നതാണ്. മസ്റ്റായിട്ടും തിയേറ്ററിൽ പോയി കാണേണ്ട പടമാണ്. കാരണം അത്രയും സൂപ്പർ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകൾ, ഓരോ സീനുകളെ എലവേറ്റ് ചെയ്യുന്നത്. പിന്നെ അവസാനം സിനിമ അവസാനിക്കുമ്പോൾ കാന്താര ആദ്യ ഭാഗത്തിലെ നമ്മുടെ കുറച്ച് വിവാദമൊക്കെ ആയിട്ടുള്ള വരാഹരൂപം എന്ന് പറയുന്ന സോങ്ങിൻ്റെ പ്ലേസ്മെൻറ്റ് മൊത്തത്തിൽ ഒരു സിനിമാ പ്രേമിയെ സംബന്ധിച്ച് ഒരു വിരുന്നാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാന്താര. പിന്നെ അതിൽ ഒരു അഡീഷണൽ ആയിട്ട് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിശ്വാസികളെ സംബന്ധിച്ചാണ്. അതായത് ചില സീനുകളൊക്കെ നമുക്കൊരു ഭയങ്കര ഒരു ഭക്തിയുടെ നിർവൃതി എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ ഒരു അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വന്നതുപോലെയെന്നോ, അല്ലെങ്കിൽ ഒരു ഉത്സവത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം, ഇപ്പോൾ കളിയാട്ടം പോലെയുള്ള പ്രോഗ്രാമുകളൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന അത്തരത്തിലുള്ളൊരു മെൻ്റൽ സ്റ്റേറ്റിലൂടെ നമ്മൾ പോകും എന്നുള്ളതാണ് അതിലെ ചില സീനുകളൊക്കെ കാണുന്ന സമയത്ത്. അതൊന്നും പറഞ്ഞിട്ട് സ്പോയിൽ ചെയ്യുന്നില്ല, പക്ഷെ അതൊക്കെ ആ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള സീനുകളിൽ ചിലതാണ്. സോ എല്ലാവരും തന്നെയും തിയേറ്ററിൽ പോയി തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഞാനിതിൻ്റെ ഫസ്റ്റ് ഷോ കണ്ട അഭിപ്രായം കേട്ടതിന് ശേഷം സിനിമയ്ക്ക് പോകാമെന്ന് കരുതിയിരുന്നതാണ്. അൺഫോർച്ചുനേറ്റ്ലി ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഫുള്ളായിട്ടുണ്ട്. ഏകദേശം കൊച്ചിയിലെ ഒരുവിധം എല്ലാ തിയേറ്ററുകളും ഫുള്ളായിട്ടുണ്ടായിരുന്നു. പിന്നീട് ഒരു സിംഗിൾ സീറ്റ് എനിക്ക് തോന്നുന്നു തിയേറ്ററുകാരൻ കണ്ട് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് പിന്നീട് റിലീസ് ചെയ്ത് എന്തായിരിക്കും. കാരണം ഞാൻ 1-2 തവണ നോക്കുന്ന സമയത്ത് കാണാത്തൊരു സീറ്റാണ് പെട്ടെന്നൊരു സമയത്ത് ഞാൻ നോക്കുന്ന സമയത്ത് കാണുന്നത്. അതുകൊണ്ടാണ് ഈ 11 മണി 11:15 നേരത്തെ ഷോയ്ക്കും പോയത്. 11:50 ഷോ നടക്കുന്നുണ്ട് തിയേറ്ററുകളിൽ. സോ ഡെഫിനറ്റ്ലി എല്ലാവരും തിയേറ്ററിൽ പോയി കാണാൻ വേണ്ടി ശ്രമിക്കുക. 6 ഇഞ്ച് വലിപ്പമുള്ളൊരു സ്ക്രീനിൽ OTT ഇറങ്ങിയിട്ട് അല്ലെങ്കിൽ ടെലിഗ്രാമിലോ നിങ്ങൾ ആ സിനിമ കാണാൻ വേണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാത്രമായിരിക്കും നഷ്ടം, വേറെ ആർക്കും ഒന്നും തന്നെ പോകാനില്ല. സോ താങ്ക് യു, ഗുഡ് നൈറ്റ്. ഇത് അപ്ലോഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പുലർച്ചെ ഗുഡ് മോർണിംഗ് ആയിട്ടുണ്ടായിരിക്കും, പക്ഷേ പറയണമല്ലോ, അതിന് വേണ്ടിയിട്ട് വന്നതാണ്. താങ്ക് യു.